അറിയിച്ചിരിക്കുകയാണ്. അപ്പോൾ മത്സരം ഇവിടെ ഗൗരവമേറിയ ചോദ്യങ്ങൾക്കും ഉത്തരങ്ങൾക്കും ചെറിയ ഇടവേള നൽകി കേരള നിയമസഭയിലെ MLA-മാർ ഭരണ പ്രതിപക്ഷ ഭേദമന്യേ മാധ്യമപ്രവർത്തകരുമായി ക്രിക്കറ്റ് ടർഫിൽ ഏറ്റുമുട്ടി. ഭരണപക്ഷവും പ്രതിപക്ഷ അംഗങ്ങളും ഐക്യത്തോടെ ഇടപെടുന്ന ഒരു കായിക വിനോദമാണിത്. തീർച്ചയായിട്ടും നാടിൻ്റെ ഐക്യമാണ് കായിക വിനോദത്തിലൂടെ നമുക്ക് നേടിയെടുക്കാൻ കഴിയുന്നത്. അതിന് ഈ കളി ഉപകരിക്കുമെന്നാണ് ഞങ്ങൾക്ക് വിശ്വാസമുള്ളത്. നിയമസഭയ്ക്കകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും വർത്തമാനം പറയുമെങ്കിൽ പോലും പുറത്തു വന്നാൽ എല്ലാവരും വളരെ സൗഹൃദത്തോടു കൂടിയാണ് ഇടപെടുന്നത്. തീർച്ചയായിട്ടും ഈ സൗഹൃദ മത്സരം ഭാവി കേരളത്തിൻ്റെ നല്ല താരങ്ങളെ വളർത്തിയെടുക്കാൻ പ്രചോദനം ചെയ്യും. ഒരു സൗഹൃദ മത്സരം എന്ന നിലയിൽ എല്ലാവരെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു സൗഹാർദ്ദ മത്സരമാണ് ഇവിടെ നടക്കുന്നത്. കടുത്ത മാനസിക സമ്മർദ്ദത്തിൽ തൊഴിലെടുക്കുന്ന മാധ്യമപ്രവർത്തകരുടെ മാനസികമായ ഉല്ലാസം, ഒപ്പം തന്നെ സംസ്ഥാനത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലുമുള്ള മാധ്യമപ്രവർത്തകർ തമ്മിലുള്ള ഐക്യം വർദ്ധിപ്പിച്ച് യൂണിയൻ്റെ സംഘടനാശേഷി വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തിലാണ് JCL സംഘടിപ്പിക്കുന്നത്. ഇത്തവണ JCL 2 തിരുവനന്തപുരത്ത് ഫെബ്രുവരി 19 മുതൽ 21 വരെയാണ് നടക്കുന്നത്. ഇതിന് മുന്നോടിയായിട്ടാണ് ഇങ്ങനെ ഒരു സന്നാഹ മത്സരം സംഘടിപ്പിച്ചിരിക്കുന്നത്. നിയമസഭയിൽ നിന്ന് സ്പീക്കർ 11-ഉം അതോടൊപ്പം തന്നെ ഒപ്പോസിഷൻ ലീഡറുടെ 11-ഉം തമ്മിൽ മത്സരിക്കുന്നു. ഒപ്പം ആ മത്സരത്തിൽ ജയിക്കുന്ന ടീമിനെതിരെ ഇവിടുത്തെ മാധ്യമപ്രവർത്തകർ KUWJ 11 മത്സരിക്കുന്നു. അങ്ങനെ ഈ JCL 2-ന് ഒരു ആവേശം നൽകുക, മാധ്യമപ്രവർത്തകരും അതോടൊപ്പം തന്നെ രാഷ്ട്രീയ നേതാക്കളും എല്ലാം തമ്മിലുള്ള കൂടുതൽ മെച്ചപ്പെട്ട ഒരു കായിക മേഖലയിലടക്കം കൂടുതൽ അടുപ്പത്തിലേക്ക് എത്തിക്കുക, ഈ ലക്ഷ്യത്തോടു കൂടിയാണ് ഇങ്ങനെയൊരു മത്സരം സംഘടിപ്പിക്കുന്നത്. കാണികൾക്കും ആവേശമായി മാറിയ സൗഹൃദ ക്രിക്കറ്റ് മത്സരത്തിൽ ജയം മാധ്യമപ്രവർത്തകർക്കൊപ്പം നിന്നു. ആദ്യം ബാറ്റ് ചെയ്ത മാധ്യമപ്രവർത്തകരുടെ ടീം 10 ഓവറിൽ 76 റൺസ് എടുത്തു. മറുപടി ബാറ്റിംഗിനിറങ്ങിയ മന്ത്രി MP രാജേഷ് നയിച്ച സാമാജികരുടെ ടീം അവസാന പന്ത് വരെ പൊരുതി. രാഷ്ട്രീയക്കാർ, പൊതുപ്രവർത്തകർ അല്ലെങ്കിൽ ജനപ്രതിനിധികളും മാധ്യമ പ്രവർത്തകരും എന്ന് പറയുന്നത് വളരെ ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്ന രണ്ട് വിഭാഗങ്ങളാണ്. ഓഫ് കോഴ്സ് ഫസ്റ്റ് ഞങ്ങൾ പത്രക്കാർ റീച്ച് ഔട്ട് ചെയ്യുന്നതും പത്രക്കാർ ഒരുപക്ഷെ ഫസ്റ്റ് റീച്ച് ഔട്ട് ചെയ്യുന്നതും ഈ ഇരു വിഭാഗങ്ങളുമായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു വർക്കിംഗ് റിലേഷൻഷിപ്പ് എപ്പോഴും ഉണ്ട്. അതിനിടയിൽ സ്പോർട്സ് അല്ലെങ്കിൽ ഗെയിംസ് എന്നൊക്കെ പറയുന്നത് ഒരു സ്പിരിറ്റാണ്. നിയമസഭയിലെ അംഗങ്ങളും അതുപോലെ തന്നെ പത്രപ്രവർത്തകരും ഒരുമിച്ച് വന്ന ഒരു മത്സരം, അതൊരു സ്പിരിറ്റുണ്ട്. തീർച്ചയായിട്ടും അതിനകത്ത് അടുത്ത് നിൽക്കുന്ന റിലേഷനാണല്ലോ രണ്ടുപേരും തമ്മിൽ. അപ്പോൾ അതേ ഒരു സ്പോർട്ടിംഗ് സ്പിരിറ്റിലൊരു മാച്ച് വളരെ നല്ലതാണ്. മാത്രമല്ല സ്പോർട്സാണ് നമുക്ക് ഫ്യൂച്ചറിലേക്ക് വേണ്ടത്. നമ്മുടെ കുട്ടികൾക്കുള്ള മെസ്സേജ് കൂടിയാണ്. സ്പീക്കർ AN ഷംസീറും MLA-മാരെ പ്രോത്സാഹിപ്പിക്കാനെത്തി. ഈ മാസം നടക്കുന്ന ജേർണലിസ്റ്റ് ക്രിക്കറ്റ് ലീഗിന് മുന്നോടിയായിരുന്നു സൗഹൃദ ക്രിക്കറ്റ് മത്സരം.